വിവാഹ നിശ്ചയവും കഴിഞ്ഞ് മകൻ ജോലിസ്ഥലത്തേക്ക് തിരിച്ചുപോയി 1 മാസവും 10 ദിവസവും കഴിയുമ്പോൾ വീട്ടിലേക്കെത്തിയത് നടുക്കുന്ന ഫോൺ കോൾ. കപ്പൽ ആക്രമിക്കപ്പെട്ടു, മകനെ കാണാനില്ല. മാതാപിതാക്കൾ ബോധരഹിതരായി വീണു. ആർക്കും അടക്കാനാകാത്ത സങ്കടക്കടലായി കാസർഗോഡ് വെള്ളരിക്കുണ്ട് വാളിപ്ലാക്കൽ വീട്. വാളിപ്ലാക്കൽ വീട്ടിൽ ജോയന്റെ മകൻ അഖിൽ ഉൾപ്പെടെ 10 പേരാണ് ഉക്രൈൻ ചരക്ക് കപ്പലിന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ മരിച്ചത്. രാവിലെ കൂടി മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതായിരുന്നു അഖിൽ. സാലിയുടെയും ജോയന്റെയും ഏക മകനായിരുന്നു അഖിൽ. ചെന്നൈയിൽ നിന്ന് മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം മർച്ചന്റ് നേവിയിൽ ചേർന്നു. ആലപ്പുഴ സ്വദേശിയുമായി മെയിൽ വിവാഹം നിശ്ചയിച്ച ശേഷം ജോലിസ്ഥലത്തേക്ക് മടങ്ങിയതായിരുന്നു. ഇലക്ട്രിക്കൽ കട നടത്തുകയാണ് പിതാവ് ജോയൻ. മാതാവ് ഇൻഷുറൻസ് ഏജന്റായി പ്രവർത്തിക്കുന്നു. വടംവലി താരവും ഫിംഗർ പുള്ളിംഗ് റെക്കോർഡിനുടമയുമായിരുന്നു നാട്ടുകാരുടെ പ്രിയപ്പെട്ട അഖിൽ. ആക്രമണത്തിൽ പരിക്കേറ്റ 8 പേരെ ഉക്രൈൻ നാവികസേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. രക്ഷപ്പെട്ടയാളുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ ഗിനി ബെസോയുടെ പതാകയാണ് അഖിലിന്റെ കപ്പലിലുണ്ടായിരുന്നത്. കഴിഞ്ഞ 4 വർഷമായി MV ഗോൾഡൻ ലിയോയിലെ ചീഫ് ഓഫീസറായിരുന്നു അഖിൽ. റഷ്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 5 പേർ സിറിയയിൽ നിന്നുള്ള നാവികരാണ്. മലയാളം ടെലിവിഷൻ, കാസർഗോഡ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി, ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.